ഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗോമുഖൻ നരവാഹനദത്തനെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കഥയാണ് പറഞ്ഞത്. അങ്ങനെ ദുർവൃത്തകളായ സ്ത്രീകളുടെ ദുഷ്പ്രവൃത്തികൾക്ക് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാമെന്ന് പറയുന്നു. അപ്പൊ അതെന്താന്ന് പറഞ്ഞാല്, പണ്ടൊരിക്കലും ശത്രുഘ്നൻ എന്ന പേരായ ഒരുത്തൻ ഉണ്ടായിരുന്നു. ഒരുത്തൻ, നമ്മളെ ശത്രുഘ്നൊന്നല്ല. അവന്റെ ഭാര്യ ഒരു വ്യഭിചാരിണിയായിരുന്നു അത്രേ. ഒരു രാത്രി എവിടെയോ പോയി വന്ന ശത്രുഘ്നൻ കണ്ടത് തന്റെ ഭാര്യ ജാരനോടൊപ്പം കിടക്കുന്നതാണ്. അയാൾ വാളെടുത്ത് ജാരനെ വെട്ടിക്കൊന്നു. പിന്നീട് ആ ശവം കാട്ടിൽ കൊണ്ടുപോയി കളയാനായി അതും ചുമന്ന അയാൾ പോയപ്പോൾ ഭാര്യയും പിറകെ ചെന്നു. കാട്ടിലൊരു പൊട്ടക്കിണറ്റിലേക്ക് ശവം തള്ളിയിട്ട് തിരിയാൻ തുടങ്ങിയ ഭർത്താവിനെ ഭാര്യ തള്ളി കിണറ്റിലിട്ടു. അയാൾ അവിടെ കിടന്ന് മരിച്ചു. അല്ലേ, ദുർവൃത്തകളായ ഭാര്യമാർ ഇങ്ങനെ പലത് ചെയ്യും. ഗോമുഖന്റെ കഥ കേട്ട ശേഷം നരവാഹനദത്തൻ ക്ഷേത്ര ദർശനം കഴിച്ച് മടങ്ങിപ്പോന്നു. ഒരു ദിവസം നീതിശാസ്ത്ര ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കെ ഒരു മന്ത്രികുമാരൻ യുവരാജാവിനോട് അങ്ങ് മദനമഞ്ജുകയെ കണ്ടിട്ട് കുറെ കാലമായല്ലോ എന്ന് സൂചിപ്പിച്ചു. അതേ സമയത്തോ അദ്ദേഹം അത് തന്നെയായിരുന്നു ഓർത്തിരിക്കുന്നത്. ഉടനെ ഗോമുഖനെയും കൂട്ടി അദ്ദേഹം കലിംഗസേനയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. കലിംഗസേന അദ്ദേഹത്തെ സസ്നേഹം സ്വീകരിച്ചു. തുടർന്നവർ പറഞ്ഞു, രാജകുമാരനെ കാണാൻ വിഷാദവതിയായ എന്റെ മകളും ഞാനും കഴിഞ്ഞ ദിവസം നട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ ആകാശത്തു നിന്നും ഒരു ദിവ്യ പുരുഷൻ ഇറങ്ങി വന്ന് ഇപ്രകാരം പറയുകയുണ്ടായി. എന്താണെന്നോ, ഞാൻ മാനസവേഗൻ എന്ന വിദ്യാധര രാജ. മാനസവേഗൻ, അതാണ് അദ്ദേഹത്തിന്റെ പേര്. ഭഗവതി സുന്ദരീദത്ത എന്ന ദേവസ്ത്രീ ആയിരുന്നു. ഇതിൽ മുഴുവൻ ശാപത്തിന്റെ കഥയും ശാപം കഴിഞ്ഞിട്ട് അവര് മോക്ഷം കിട്ടുന്ന കഥയാണ് ഇതിൽ മുഴുവനുള്ളത്. ശാപം മൂലമാണ് മനുഷ്യ സ്ത്രീയായി പിറന്നത്. ഭഗവതിയുടെ ഈ പുത്രിയും ഒരു ദിവ്യാവതാരമാണെന്ന് ഞാൻ അറിയുന്നു. ഇവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ഈ മാനസവേഗൻ. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വിദ്യാധരന്മാരുടെ മുഴുവൻ ചക്രവർത്തിയാകാൻ പോകുന്ന നരവാഹനദത്തനാണ് ഇവരുടെ ഭർത്താവ്. ഇത് കേട്ടതും ആ വിദ്യാധരൻ അറിയുകയും ചെയ്തു. വിവാഹം ചെയ്തത് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നു. കലിംഗസേനയുടെ വാക്കുകൾ കേട്ട ശേഷം ഗോമുഖൻ പറഞ്ഞു, നമ്മുടെ രാജകുമാരന്റെ ജനനവേളയിൽ ഇദ്ദേഹം വിദ്യാധര ചക്രവർത്തിയാകുമെന്ന് ദിവ്യവാണി ഉണ്ടായി. അത് കേട്ട് വിദ്യാധര രാജാക്കന്മാരെല്ലാം അസൂയ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരിൽ ആരെങ്കിലും കുമാരനെ അപകടപ്പെടുത്താതിരിക്കാൻ ഭഗവാൻ പരമശിവൻ തന്റെ ഭൂതഗണങ്ങളെ കുമാരന്റെ രക്ഷക്കായി നിയോഗിച്ചിട്ടുണ്ടെന്ന് നാരദൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു. എങ്കിലും നാം എപ്പോഴും കരുതിയിരിക്കണം. മറ്റുള്ളവർ എത്ര കാത്താലും വിചാരിക്കുന്ന പോലെ ആവൂലല്ലോ. ഈ സംഭാഷണത്തിന് ശേഷം അവർ ഉദ്യാനത്തിലെത്തി. മദനമഞ്ജുക അവിടെ അവരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. രാജകുമാരൻ അവളുടെ അടുത്ത് നിന്ന് കുറെ നേരം മധുരവാക്കുകൾ പറഞ്ഞു രസിച്ചിരുന്നു. പിന്നീട് ഗോമുഖനോടൊപ്പം തിരിച്ച് രാജധാനിയിലേക്ക് പോരുകയും ചെയ്തു. അടുത്ത ദിവസം കലിംഗസേന ഉദയന രാജാവിനെ വന്ന് കണ്ട് തന്റെ പുത്രിയും രാജകുമാരനുമായുള്ള വിവാഹം ഉടനെ നടത്തണമെന്ന് അപേക്ഷിച്ചു. രാജാവ് പിന്നീട് മന്ത്രി യോഗന്ധരായണനുമായി അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ആകാശവാണിയായി ഭഗവാൻ പരമശിവൻ ഇപ്രകാരം അരുളി ചെയ്തു. ഗംഭീരമായ ആകാശവാണിയാണ് എപ്പോഴും. എന്റെ നേത്രാഗ്നിയിൽ ദഹിച്ചുപോയ കാമദേവനാണ് നരവാഹനദത്തനായി പുനർജനിച്ചത്. അവന്റെ ഭാര്യയാകാൻ ജനിച്ചിരിക്കുന്നത് കാമപത്നിയായ രതിയാണ്. അവർ വിവാഹിതരാകണം. തുടർന്ന് നരവാഹനദത്തൻ വിദ്യാധര ചക്രവർത്തിയാവും എന്ന് ആര് പറഞ്ഞു? നമ്മുടെ മഹാദേവൻ പറഞ്ഞു. ഇത് ഓടിക്കേട്ടതോടെ പുത്രന്റെ വിവാഹം ഉടനെ ആഡംബരമായി നടത്താൻ വത്സരാജൻ നിശ്ചയിച്ചു. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ ആ വിവാഹം മംഗളമായ മാർഭാടമായി നടക്കുകയും ചെയ്തു. നരവാഹനദത്തനും മദനമഞ്ജുകയും കാമദേവനും രതീദേവിയും തന്നെയെന്ന് എല്ലാവരും പ്രകീർത്തിച്ചു. അവരങ്ങനെ മധുവിധുവിൽ ആറാടി കഴിഞ്ഞു എന്ന് പറയാം. ഒരു ദിവസം ഈ രാജകുമാരനും കുമാരിയും ആനന്ദമഗ്നരായ ഉദ്യാനത്തിൽ അങ്ങനെ വിഹരിക്കുന്ന സമയത്ത് ധവന്തകൻ എന്നൊരു തോഴൻ ഓടി വന്ന് രാജകുമാരനോട് പറഞ്ഞു, കുമാര, ഞാനൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ഇവിടെ നിന്നും കുറച്ചകലെ ഒരു ദിവ്യസ്ത്രീ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന് അവിടെയുള്ള അശോക വൃക്ഷച്ചുവട്ടിൽ ഒപ്പം ഒരു സഖ്യവുമുണ്ട്. എന്നെ കണ്ടപ്പോൾ അടുത്തു വന്ന് യുവരാജനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. രാജകുമാരന്റെ ആജ്ഞപ്രകാരം അയാൾ ആ ദിവ്യ സ്ത്രീയെ
കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് രാജകുമാരൻ ചോദിച്ചു, ഭഗവതി ആരാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. അതിനുത്തരം പറഞ്ഞ ആ വിശ്വസുന്ദരി ഇപ്രകാരം പറഞ്ഞു. നമ്മുടെ കഥയിൽ സൗന്ദര്യമില്ലാത്ത ഒരൊറ്റ സ്ത്രീ ഇല്ല കേട്ടോ. പർവ്വതേന്ദ്രനായ ഹിമവാന്റെ ശൃംഗങ്ങളിൽ ഒന്നായ കാഞ്ചന ശൃംഗത്തിൽ വിദ്യാധരന്മാരുടെ ഒരു നഗരമുണ്ട്. ഹേമപ്രഭൻ എന്ന വിദ്യാധര രാജാവാണ് അതിന്റെ അധിപൻ. സർവ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഇദ്ദേഹത്തിന്റെ പ്രിയപത്നിയാണ് അലങ്കാരപ്രഭ എന്ന ശ്രീരത്നം. ഈശ്വരപൂജയും ദാനധർമാദികളും ഒക്കെ അവിരാമം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സന്താനങ്ങളില്ലാത്തത് വലിയ ദുഃഖമായിരുന്നു. ഒരു ദിവസം അതേക്കുറിച്ച് സംസാരിച്ചിരിക്കെ അദ്ദേഹം ഭാര്യയോടൊരു കഥ പറഞ്ഞു. ഇത്ര ഒന്നും രണ്ടും വാക്കിൽ ഒതുക്കൂല, ഇവര് കഥ പറയും. എന്താ കഥ? ചിത്രകൂടം എന്ന രാജ്യത്തെ രാജാവിന് സത്വശീലൻ എന്നൊരു സേവകനുണ്ടായിരുന്നു അത്ര. പ്രതിമാസം 100 സ്വർണമാണ് അയാൾക്ക് വേതനമായി ലഭിച്ചിരുന്നത്. സന്താനമില്ലാത്ത അയാൾ സന്താന ലാഭത്തിനായി വളരെയേറെ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. സന്താനമുള്ളവർക്കൊന്നിന് സ്വർണം, അതുകൊണ്ട് കിട്ടുന്ന വേതനം അയാൾക്ക് തികയുന്നില്ലായിരുന്നു, അത്രമാത്രം കൊടുക്കുന്നു. അതിൽ മനസ്താപപ്പെട്ടിരിക്കും ഒരിക്കൽ ഉദ്യാനത്തിൽ നിന്ന് അയാൾക്കൊരു നിധികുംഭം കിട്ടി. അയാൾ അതെടുത്ത് വീട്ടിൽ ഭദ്രമായി സൂക്ഷിച്ചു. അത് ഉപയോഗിച്ച് വീട്ടുകാര്യങ്ങൾ ഭംഗിയായി നടത്തുകയും ധാരാളം ദാനം നൽകുകയും ചെയ്തു. ദാനത്തിലുള്ള ഈ ധാരാളിത്തം കണ്ട് അസൂയമുഴുത്ത ചിലർ രാജാവിന്റെ അടുത്ത് നിന്ന് സത്വശീലന് നിധി കിട്ടിയവരും അറിയിച്ചു. നിധിയെല്ലാം കിട്ടിയ രാജഭണ്ണാരത്തിലേക്ക് പോകേണ്ടതല്ലേ. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? അയാളെ വിളിപ്പിച്ചു. രാജകൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ രാജാവിനെ കാത്തു നിൽക്കുമ്പോൾ അയാൾക്ക് വീണ്ടും ഒരു നിധി കിട്ടി. അപ്പോൾ രാജാവ്, നിനക്ക് കിട്ടിയ നിധികുംഭം ഇവിടെ ഹാജരാക്കണം എന്നാജ്ഞാപിച്ചു. അത് കേട്ട് അയാൾ ചോദിച്ചു, നേരത്തെ കിട്ടിയ നിധിയോ ഇന്ന് കിട്ടിയ നിധിയോ? അത് കൊടുത്താ പോരെ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നേരത്തെ കിട്ടിയത് കൊണ്ടുവരണമെന്ന് രാജാവ് പറഞ്ഞു. അയാൾ അപ്രകാരം ചെയ്തപ്പോൾ ഇന്ന് കിട്ടിയ നിധി നീ തന്നെ അനുഭവിച്ചുകൊള്ളതെന്ന് രാജാവ് പറഞ്ഞു. സന്തോഷായില്ലേ? സത്വശീലൻ സന്തോഷത്തോടെ ആ നിധി മുഴുവൻ ദാനം ചെയ്തുകൊണ്ട് ജീവിച്ചു. പക്ഷെ അത്രയൊക്കെ ദാനം ചെയ്തിട്ടും അയാൾക്ക് സന്താനമുണ്ടായില്ല. അതുപോലെയാണ് ഞാനും, എനിക്കും എക്കാലവും അനവധ്യ ദുഃഖമായിരിക്കാം വിധിച്ചിട്ടുള്ളത് എന്ന് വിദ്യാധര രാജാവായ ഹേമപ്രഭനാണ് ഇങ്ങനെ പറയുന്നത്. അത് കേട്ട് രാജ്ഞി അലങ്കാരപ്രഭ പറഞ്ഞു, അങ്ങനെ കരുതരുത് പ്രഭു. സത്യനിഷ്ഠയോടെ ദാനശീലം തുടർന്നാൽ അതിന്റെ അനുഗ്രഹം ലഭിക്കാതെ വരില്ല. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. കഥ നിങ്ങളൊത്തിരി പോകുന്നതാ. വിക്രമതുംഗന്റെ കഥയാണ്. പണ്ട് പാടലീപുത്രത്തിൽ വിക്രമതുംഗൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ധീരനും ബലവാനുമായിരുന്നു അദ്ദേഹം. ദാനത്തിലൊന്നും വലിയ നിഷ്ഠ പുലർത്തിയിരുന്നില്ല. വലിയ ദാനശീലനൊന്നായിരുന്നില്ല അദ്ദേഹം. വിചാരിക്കുന്ന കാര്യം സാധിച്ച് അടങ്ങൂ എന്നൊരു പിടിവാശിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കൽ അദ്ദേഹം നായാട്ടിന് പോകും വഴി ഒരിടത്തൊരു ബ്രാഹ്മണൻ ഇരുന്ന് അഗ്നിയിൽ കൂവളക്കായകൾ ഹോമിക്കുന്നത് കണ്ടു. അതേക്കുറിച്ച് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നെങ്കിലും അതിന് സമയം കളയാതെ അദ്ദേഹം നായാട്ട് സ്ഥലത്തേക്ക് പോയി. കാട്ടിലെത്തി അനേകം മൃഗങ്ങളെ വേട്ടയാടി കൊന്ന ശേഷം രാജാവ് മടങ്ങിപ്പോന്നു. മടക്കയാത്രയിൽ ബ്രാഹ്മണന്റെ ഹോമസ്ഥലത്ത് ചെന്ന് എന്തിനാണ് ഈ ഹോമം നടത്തുന്നതെന്ന് അന്വേഷിച്ചു. പോകുമ്പോ ചോദിക്കാൻ തോന്നിയില്ല. അത് കേട്ട് ആ ബ്രാഹ്മണൻ പറഞ്ഞു, എന്റെ പേര് നാഗശർമ്മൻ എന്നാണ്. അഗ്നിദേവന് കൂവളക്കായ ഹോമിച്ചാൽ ദേവന് പ്രീതനായി നാം എത്ര കായകൾ നേദിച്ചോ അത്രയും സ്വർണ്ണക്കായകൾ നൽകി. പക്ഷേ എന്തോ എന്റെ കർമ്മഫലം മോശമാണ്. ഞാൻ വളരെ കാലമായി ഈ ഹോമം തുടങ്ങിയിട്ടെങ്കിലും ഇതുവരെ അഗ്നിദേവൻ പ്രത്യക്ഷനായില്ല. ആ സംസാരം കേട്ട് രാജാവ് ഇപ്രകാരം പറഞ്ഞു, ശരി, ഒരു കൈ എനിക്ക് തരൂ, ഞാനൊന്ന് ഹോമിച്ചു നോക്കട്ടെ. രാജാവിന്റെ വിവരക്കേടിൽ പരിതപിച്ചുകൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു, മഹാരാജൻ, വ്രതശുദ്ധിയോട് ചെയ്യേണ്ട കാര്യമാണത്, അല്ലാതെ വെറുതെ കളിക്കുന്നതല്ല. നായാട്ട് കഴിഞ്ഞു വരുന്ന അങ്ങ് വെറുതെ കായെടുത്ത് അഗ്നിയിലിട്ടാൽ ഫലമുണ്ടാവില്ല. അപ്പോൾ രാജാവ് വീണ്ടും നിർബന്ധിക്കാൻ ബ്രാഹ്മണൻ ഒരു കൂവളക്കായ എടുത്ത് രാജാവിന് കൊടുത്തു. അദ്ദേഹം അത് ഭക്തിപൂർവ്വം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ധ്യാന നിമഗ്നനായി. ഹേ അഗ്നിദേവ, ഞാൻ ഹോമിക്കുന്ന ഈ വലിയ ഫലം കൊണ്ട് അങ്ങ് സംപ്രീതനാകണം, ഇല്ലെങ്കിൽ എന്റെ ശിരസർത്ത് ഞാൻ ഹോമിക്കുന്നതാണെന്ന് പ്രാർത്ഥിച്ച ശേഷം കായഹോമകുണ്ടത്തിൽ സമർപ്പിച്ചു. അടുത്ത നിമിഷം അതാ വരുന്നു അഗ്നിദേവൻ കയ്യിലൊരു സ്വർണ്ണ കൂവളക്കായുമായി പ്രത്യക്ഷപ്പെട്ടത്. അങ്കക്കൂവളക്കായി രാജാവിന് നൽകിയിട്ട് അഗ്നി ഭഗവാൻ പറഞ്ഞു, കർമ്മശൂരനായ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വേണ്ട വരം ചോദിച്ചുകൊള്ളുക. അതിനുത്തരമായി തനിക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ലെന്നും ഈ ബ്രാഹ്മണന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണമെന്ന് രാജാവ് പറഞ്ഞു.
ഇപ്പോൾ ബ്രാഹ്മണൻ മഹാധനികനായി തീരട്ടെ എന്നും രാജാവിനും സർവ്വ ഐശ്വര്യങ്ങളും നാൾക്കുനാൾ വർദ്ധിക്കട്ടെ എന്നും അനുഗ്രഹിച്ച അഗ്നിദേവനെ നമസ്കരിച്ചുകൊണ്ട് ബ്രാഹ്മണൻ ചോദിച്ചു, ഭഗവാനെ, ഒരു വ്രതവും അനുഷ്ഠിക്കാത്ത രാജാവിന്റെ മുന്നിൽ അങ്ങ് നിമിഷങ്ങൾക്കകം പ്രത്യക്ഷനായില്ലേ? ഞാൻ എത്രയോ കാലമായില്ലേ നിഷ്ഠയോടെ അങ്ങയെ ഭജിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും പ്രത്യക്ഷനായില്ലല്ലോ. ഇതിന്റെ കാരണം അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ആര്? ബ്രാഹ്മണൻ പറഞ്ഞു. അഗ്നിഭഗവാൻ പറയുന്നു, നീ വളരെ കാലമായി നടത്തിയ വ്രതത്തെക്കാൾ ദാർഢ്യവും നിഷ്ഠയും രാജാവിന്റെ ഒരു നിമിഷത്തെ വ്രത തീരുമാനത്തിലുണ്ടായിരുന്നു. ഞാൻ പ്രത്യക്ഷനായില്ലെങ്കിൽ സ്വന്തം ശിരസർത്ത് അദ്ദേഹം ഹോമിക്കും. ആ നിശ്ചയദാർഢ്യത്തിന് അനേക കാലത്തെ വ്രതനിഷ്ഠയേക്കാൾ മൂർച്ചയുണ്ട് ബ്രാഹ്മണ. ഇപ്രകാരം പറഞ്ഞിട്ട് അഗ്നി ദേവൻ അപ്രത്യക്ഷനായി. രാജാവും കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നു. ഒരു ദിവസം ദ്വാരപാലകൻ വന്ന് ദത്തശർമ്മൻ എന്ന പേരായ ബ്രഹ്മചാരി കാണാൻ വന്നിരിക്കുന്നെന്ന് അറിയിച്ചു. അയാള് രാജസന്നിധിയിലേക്ക് ആനയിച്ചു. തനിക്ക് ചെമ്പ് സ്വർണമാക്കാനുള്ള കഴിവുണ്ടെന്നും തന്റെ ഗുരു നൽകിയ ദിവ്യശക്തിയുള്ള ചൂർണപ്രയോഗം കൊണ്ടാണത് സാധിക്കുന്നതെന്നും പറഞ്ഞു. രാജാവുടനെ കുറെ ചെമ്പ് തകിടുകൾ വരുത്തി. ബ്രഹ്മചാരി ആ ചെമ്പ് ഉരുക്കിയിട്ട് അതിലേക്ക് അല്പം പൊടി തൂവി. പക്ഷേ അദൃശ്യനായി അവിടെ നിന്നിരുന്ന ഒരു യക്ഷൻ ആ പൊടി ചെമ്പിൽ വീഴാതെ പിടിച്ചെടുത്ത് കളഞ്ഞു. ഇതിനാവശ്യം? അഗ്നിഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച രാജാവ് അത് കണ്ടു. എങ്കിലും അത് ഭാവിച്ചില്ല കേട്ടോ. ബ്രഹ്മചാരി പിന്നെ രണ്ടാമതും തൂക്കിയ പൊടി യക്ഷൻ അപഹരിച്ചു. മൂന്നാമതും അത് തന്നെ ആവർത്തിച്ചപ്പോൾ രാജാവ് ആ പൊടി വാങ്ങി സ്വന്തം കൈകൊണ്ട് യക്ഷന് ലഭിക്കാത്ത വിധം തൂക്കി. ഉടനെ ആ ചെമ്പ് മുഴുവൻ സ്വർണമായി തീർന്നു. പിന്നീട് രാജാവ് ബ്രഹ്മചാരിയോട് മറഞ്ഞു നിന്ന യക്ഷന്റെ കാര്യം പറയുകയും അയാൾ ഇന്ന് ചൂർണവിദ്യ ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. ഇങ്ങനെ ദൃഢചിത്തരായവർ വിചാരിക്കുന്നത് എന്തു തന്നെ ആയാലും സാധിക്കുമെന്ന് പറഞ്ഞ് രാജ്ഞി കഥ അവസാനിപ്പിച്ചു. അങ്ങും ദൃഢനിശ്ചയനായി ശ്രീശങ്കരനെ ഭജിച്ചാൽ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല എന്നും റാണി ഹേമപ്രഭ രാജാവിനോട് പറഞ്ഞു. രാജ്ഞിയുടെ ഉപദേശം സ്വീകരിച്ച് രാജാവ് 9 കോടി സ്വർണം നിർധന ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം 3 ദിവസത്തിനുള്ളിൽ ഭഗവാൻ പ്രത്യക്ഷനായില്ലെങ്കിൽ ദേഹത്യാഗം ചെയ്യുമെന്ന് ദൃഢനിശ്ചയത്തോട് ആരംഭിച്ചു. ഭഗവാനെ പഠിപ്പിക്കലാണ്. കഠിനമായ ആ വ്രതം 3-ാം രാത്രിയിൽ എത്തിയപ്പോൾ ഭഗവാൻ പരമശിവൻ രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി പ്രകാരം പറഞ്ഞു. എന്തു പറഞ്ഞുന്നോ? ഹേ രാജൻ, നിനക്ക് ഉത്തമനും കീർത്തിമാനുമായ ഒരു പുത്രൻ ജനിക്കും. കൂടാതെ ഒരു പുത്രിയും ജനിക്കും. അവൾ നരവാഹനദത്തന്റെ പത്നിയായി തീരുകയും ചെയ്യും. അപ്രകാരം ഹേമപ്രഭന്റെ റാണി ഒരു പുത്രനും ഒരു പുത്രിക്കും ജന്മം നൽകി. പുത്രനായ വജ്രനാഭന് പ്രായപൂർത്തിയായപ്പോൾ യുവരാജാവായി അഭിഷേകം ചെയ്തു. ദേവി പാർവതിയുടെ അനുഗ്രഹത്താൽ ദിവ്യജ്ഞാനം നേടിയ പുത്രിയെ കുറിച്ച് രാജാവും റാണിയും കൂടി ഇരുന്ന് ആലോചിച്ചു. ഒരു ദിവസം രാജാവ് ഇങ്ങനെ പറഞ്ഞു, മഹാറാണി, നമ്മുടെ മകൾ നരവാഹനദത്തന്റെ ഭാര്യയായി തീരുമെന്നാണല്ലോ ഭഗവാൻ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ മകൾ ദിവ്യകന്യകയല്ലേ? നരവാഹനദത്തൻ കാമദേവന്റെ അവതാരമാണെങ്കിലും ദിവ്യജ്ഞാനം നേടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോ ഈ പെൺകുട്ടി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സംസാരം കേട്ട മകള് രത്നപ്രഭ താൻ സാക്ഷാൽ കാമദേവന്റെ പത്നിയായി തീരുമെന്ന അറിവിൽ ആഹ്ലാദഭരിതയായി. ഒരു രാത്രിയിൽ കാത്യായനി ഭഗവതി സ്വപ്നത്തിൽ പ്രത്യക്ഷയായി അരുളി ചെയ്തു, മകളെ, നീ നാളെ തന്നെ കൗശാംബി നഗരത്തിൽ ചെന്ന് നരവാഹനദത്തനെ കാണണം കേട്ടോ. പിന്നെ നിന്റെ മാതാപിതാക്കൾ ചേർന്ന് വിവാഹം നടത്തി തരികയും ചെയ്യും. പിറ്റേന്ന് കുമാരി മാതാവിനോട് വിവരം പറഞ്ഞു. അമ്മയും അനുവദിച്ചതിനെ തുടർന്ന് രത്നപ്രഭ ഇവിടെ എത്തി അങ്ങയോട് ഇതാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്രകാരം സുന്ദരീരത്നമായ രത്നപ്രഭ പറഞ്ഞു നിർത്തിയപ്പോൾ ആഹ്ലാദമത്തനായി നരവാഹനദത്തൻ മറുപടിഞ്ഞു, ഹേ സുന്ദരി, ഭഗവതി പ്രേമാർദ്രയായി എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നതിൽ ഞാൻ ധന്യനായിട്ടോ. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ വിദ്യാധര രാജാവായ ഹേമചന്ദ്രൻ തന്റെ പുത്രനോടും അനുയായികളോടും ഒപ്പം അവരുടെ മുന്നിൽ പ്രത്യക്ഷരായി. നരവാഹനദത്തൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ സമയം വിവരമെല്ലാം അറിഞ്ഞ് വത്സരാജനും മന്ത്രിമാരോടൊപ്പം അവിടെ എത്തി. അദ്ദേഹം ഹേമപ്രഭനെ സ്വീകരിച്ച് ആദരിച്ചു. ഹേമപ്രഭൻ വത്സരാജനോട് തന്റെ മകൾ രത്നപ്രഭയുടെ വൃത്താന്തമെല്ലാം അറിയിച്ച ശേഷം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്നോ? അങ്ങയുടെ പുത്രനായ നരവാഹനദത്തനെ വിദ്യാധര ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്റെ മകളുമായുള്ള വിവാഹം നടത്താനാണ്. അതിന് അങ്ങ് അനുവാദം തരണം. ഇപ്പോഴത്തെ ആവശ്യത്തിനും പിന്നീട് കുമാരന് വേണ്ടപ്പോഴൊക്കെ
ഉപയോഗിക്കുന്നതിനുമായി ഞാനൊരു വിമാനം സമ്മാനിക്കാം. ഇത് കേട്ട് സസന്തോഷം വത്സരാജൻ അനുമതി നൽകി. ഉടനെ അവിടെ ഒരു വിമാനം പ്രത്യക്ഷമായി. അതിൽ നരവാഹനദത്തനെയും രത്നപ്രഭയെയും ഗോമുഖനെയും മന്ത്രിപ്രവരനായ യൗഗന്ധരായണനെയും മറ്റും കയറ്റി നേരെ സ്വന്തം നഗരമായ കാഞ്ചന ശൃംഗത്തിലെത്തി. അവിടെ വെച്ച് നല്ല ശുഭമുഹൂർത്തം നോക്കി സ്വപുത്രിയെ ഹേമപ്രഭ രാജാവ് നരവാഹനത്തെ വിവാഹം കഴിച്ചു കൊടുത്തു. ധാരാളം രത്നങ്ങളും മറ്റു സ്ത്രീധനമായും നൽകി. ഏതാനും ദിവസം ശുശുര നഗരത്തിൽ സുഖമായി കഴിഞ്ഞ ശേഷം വധുവിനെയും കൂട്ടി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഇനിയെന്താ, അങ്ങനെയൊക്കെ ഒരു ദിവസം ഗോമുഖൻ തുടങ്ങിയ സജീവന്മാർ രാജകുമാരനെ കാണാനായി അന്തഃപുരത്തിലെത്തി. അന്തഃപുരം കാവൽക്കാരി അവരെ തടഞ്ഞു നിർത്തി. അകത്ത് ചെന്ന് അനുവാദം ചോദിച്ച ശേഷമേ അവരെ കടത്തിവിട്ടുള്ളൂ. അതറിഞ്ഞ് രത്നപ്രഭ കാവൽക്കാരിയെ ശാസിച്ചു. തുടർന്ന് അവൾ തന്റെ ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു: ആര്യപുത്ര, സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് അവരുടെ നീതിബോധമാണ്, കാവൽക്കാരികളല്ല. അവിശ്വാസത്തോടെ അവരെ സൂക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല താനും. കുലസ്ത്രീകളുടെ സദാചാര ബോധമാണ് അവരുടെ കാവൽക്കാരൻ. സ്ത്രീ ചപലയാണെങ്കിലോ അവളെ തടയാൻ ബ്രഹ്മാവിന് പോലും സാധ്യമല്ല താനും. ഇതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം. സമുദ്രമധ്യത്തിൽ രത്നകൂടം എന്നൊരു വലിയ ദ്വീപുണ്ട്. അവിടെ വാണിരുന്നത് രത്നാധിപതി എന്നു പേരുള്ള ഒരു രാജാവായിരുന്നു. ഐശ്വര്യപ്രമത്തനായ അദ്ദേഹം വലിയ വിഷ്ണുഭക്തനുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് തോന്നി ഭൂമിയിലുള്ള രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് അവിടെയുള്ള കന്യകമാരെ മുഴുവൻ സ്വന്തമാക്കണമെന്ന്. അതിനുള്ള ശക്തി ലഭിക്കാൻ അദ്ദേഹം മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസ് തുടങ്ങി. തപസ് കഠിനമായപ്പോൾ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: ഭക്താ, നിന്റെ ആഗ്രഹം സഫലമാകും. കലിംഗദേശത്തൊരു ഗന്ധർവൻ മുനിശാപത്താൽ വെള്ളാനയായി കഴിയുന്നുണ്ട്. അവന് ദിവ്യശക്തികളും പൂർവജന്മ സ്മരണകളും ഉണ്ട്. അവൻ നിന്റെ മുന്നിലെത്തും. നീ അവന്റെ പുറത്തു കയറി ആകാശമാർഗേണ സഞ്ചരിച്ച് സർവ്വ രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ രാജാക്കന്മാർ സ്വയം കീഴടങ്ങുകയും അവരുടെ പുത്രിമാരെ നിനക്ക് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് മഹാവിഷ്ണു മറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് രത്നാധിപതി കണി കണ്ടത് വെളുത്ത് സുന്ദരനായ ഒരാന ഐരാവതത്തെ പോലെ തലയെടുത്ത് പിടിച്ച് തന്റെ മുറ്റത്ത് നിൽക്കുന്നതാണ്. അവന്റെ പുറത്ത് കയറി ആകാശമാർഗത്തിൽ യാത്ര ചെയ്ത അദ്ദേഹത്തിന് മുന്നിൽ സർവ്വ രാജാക്കന്മാരും തോൽവി സമ്മതിക്കുകയും തങ്ങളുടെ പുത്രിമാരെ സമ്മാനിക്കുകയും ചെയ്തു. എത്ര ഭാര്യമാരിയാക്കലും വേണ്ടതിപ്പാ. അങ്ങനെ 80,000 കന്യകമാരുമായി അദ്ദേഹം മടങ്ങിയെത്തി. പിന്നീട് ഇടയ്ക്കിടെ ആനപ്പുറത്ത് കയറി തന്റെ സാമന്ത രാജാക്കന്മാരെ കാണുവാൻ പോകുമായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗരുഡന്റെ വർഗത്തിൽപ്പെട്ട ഒരു വലിയ പക്ഷി പറന്നു വന്ന് ആനയുടെ മസ്തകത്തിൽ ആഞ്ഞു കൊത്തി. ഉടനെ ആന ചലനമറ്റ് താഴെ വീണു കടന്നു. അതുകൊണ്ട് ദുഃഖിതനായ രാജാവ് ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഉടനെ ഒരു അശരീരി കേട്ടു: ഏതെങ്കിലും ഒരു പതിവ്രതയായ സ്ത്രീ തൊട്ടാൽ ആന എഴുന്നേൽക്കും. ഇത്രയുള്ളോ നാശുതിച്ച് മഹാരാജാവ് തന്റെ പ്രധാന പത്നി അമൃതലതയെ വരുത്തി ആനയുടെ മസ്തകത്തിൽ തൊടുവിച്ചു. പക്ഷേ ആന ഇവിടെ എഴുന്നേക്കുന്നില്ല. അപ്പോൾ രാജാവ് തന്റെ മറ്റു പത്നിമാരെ ഓരോരുത്തരായി വരുത്തി ആനയെ സ്പർശിപ്പിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. തന്റെ 80,000 ഭാര്യമാരിൽ ഒരുവൾ പോലും പതിവ്രതയല്ല എന്നറിവ് രാജാവിനെ ഞെട്ടിച്ചു. ഈ സമയം താമ്രലിപ്തിയിൽ നിന്നും വന്ന കച്ചവടക്കാരനായ ഹർഷഗുപ്തൻ എന്നയാൾ രാജാവിനെ സമീപിച്ച് തനിക്ക് ശീലാവതി എന്നൊരു വേലക്കാരി ഉണ്ടെന്നും അവൾ ശരിയായ പതിവ്രതയാണെന്നും അറിയിച്ചു. ഉടനെ അവളെ വരുത്തി. അവൾ ആനയെ തൊട്ടതും അതെഴുന്നേറ്റ് തീറ്റ തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. ഇത് കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ആ പതിവ്രതയെ പുകഴ്ത്തുകയുണ്ടായി. രാജാവ് അവൾക്ക് ധാരാളം രത്നങ്ങളും മറ്റും സമ്മാനിച്ചു. അവളുടെ യജമാനനായ കച്ചവടക്കാരന് നിരവധി സമ്മാനങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. തുടർന്ന് രാജാവ് തന്റെ പത്നിമാരിൽ ഒരാളെപ്പോലും തിരിഞ്ഞു നോക്കാതെ രാജ്യഭരണത്തിൽ മാത്രം ശ്രദ്ധിച്ചു. കെട്ടിക്കൊണ്ടുവന്നത് വെറുതെ ആയിപ്പോയി. ഒരു ദിവസം അദ്ദേഹം ശീലവതിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് അവളുടെ കുടുംബത്തിൽ സഹോദരിമാരോ മറ്റോ ഉണ്ടെങ്കിൽ ഒരാളെ തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. അത് കേട്ട തന്റെ ഒരനുജത്തി ഉണ്ടെന്നും രാജാവിനോട് വിവാഹം കഴിക്കാമെന്നും പറഞ്ഞു. ഉടനെ രാജാവ് ശീലവതിയോടൊപ്പം അവരുടെ വീട് സന്ദർശിക്കുകയും ജ്യോത്സ്യന്മാരെ വരുത്തി പൊരുത്തവും മുഹൂർത്തവും നോക്കിക്കുകയും ചെയ്തു. അപ്പോൾ ജ്യോത്സ്യന്മാർ 3 മാസം കഴിഞ്ഞ് വിവാഹം പാടുള്ളൂ എന്നും അതിനു മുമ്പ് നടത്തിയാൽ അവൾ വഴിതെറ്റിപ്പോകാൻ ഇടവുണ്ടെന്നും പറഞ്ഞു. രാജാവിന് അത്ര കാലം കാത്തിരിക്കാൻ ക്ഷമയുണ്ടോ? ഇല്ല.
രാജദത്ത എന്ന യുവതി അന്ന് തന്നെ വിവാഹം ചെയ്ത് അദ്ദേഹം കൊട്ടാരത്തിലെ കൂട്ടിക്കൊണ്ടുപോന്നു. എങ്കിലും ജ്യോത്സ്യന്മാർ പറഞ്ഞ കാര്യം ഓർമ്മയുള്ളതുകൊണ്ട് അവളെ പുരുഷന്മാരാരും കടന്നു വരാത്ത ഒറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് രാജാവ് താമസിപ്പിച്ചത്. രാത്രി അവളോടൊപ്പം കഴിയുന്ന രാജാവ് പകൽ രാജധാനിയിലേക്ക് പോകും. അനേകം ഭൃത്യന്മാരുടെ മേൽനോട്ടത്തിൽ ഒരു പുരുഷമുഖം പോലും കാണാതെ രാജദത്ത ദ്വീപിലെ കൊട്ടാരത്തിലും കഴിഞ്ഞു. പാവം. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ? രാജാവിന്റെ രാജത്വത്തെയും ഒന്നിച്ചിരുന്ന് മദ്യപാനം നടത്തി. തുടർന്ന് രാജാവ് രാജധാനിയിലേക്ക് മടങ്ങി. അന്ന് മദ്യപാനത്തിന് ശേഷം തന്റെ മുറിയിൽ വിശ്രമിച്ചിരുന്ന രാജദത്തയുടെ മുന്നിൽ ഒരു പുരുഷൻ വന്നു നിന്നു. അപ്പൊ ഇവർ ചോദിച്ചു, താങ്കൾ ആരാണ്, എങ്ങനെ ഇവിടെ വന്നു എന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. അയാൾ അവളോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: ഹേ സുന്ദരി, ഞാൻ മധുരാപുരിയിലുള്ള പവനസേനന്റെ പുത്രനാണ്. അച്ഛൻ മരിച്ചതോടെ മറ്റുള്ള ബന്ധുക്കൾ സ്വത്ത് മുഴുവൻ കരസ്ഥമാക്കി എന്നെ തെരുവിലേക്ക് ഇറക്കി വിട്ടു. ഞാൻ ഭിക്ഷ എടുത്ത് ജീവിച്ചു കൊണ്ടിരിക്കെ അവിടുത്തെ രാജാവ് രത്നം കുഴിച്ചെടുക്കുന്ന ജോലിക്ക് ആളുകളെ നിയമിക്കുന്നത് ഞാനും അവിടെ ചെന്നു. എനിക്കും പണി കിട്ടി. പക്ഷെ ഹതഭാഗ്യനായി എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു രത്നമെങ്കിലും കുഴിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. നിരാശനായ ഞാൻ സമുദ്രതീരത്ത് ചെന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആ സമയം അവിടെ എത്തിയ ദയാലുവായ ജീവദത്തൻ എന്ന കച്ചവടക്കാരൻ എന്നെ ആ ഉദ്യമത്തിൽ നിന്ന് തടയുകയും ആത്മഹത്യ ചെയ്യരുതേന്ന് പറഞ്ഞു എന്നോട്. എന്നിട്ട് എനിക്കൊരു ജോലി തരികയും ചെയ്തു. തുടർന്ന് അവിടെ എത്തിയ കപ്പലിൽ അദ്ദേഹത്തോടൊപ്പം എന്നെയും കയറ്റി കച്ചവട ആവശ്യങ്ങൾക്കായി യാത്ര തുടങ്ങി. 4-ാം ദിവസം ഉണ്ടായ കാറ്റിലും കോളിലും പെട്ട് ഞങ്ങളുടെ കപ്പൽ തകർന്നു. ഞാൻ ഒഴുകി വന്ന ഒരു പലക കഷ്ണത്തിൽ പിടിച്ച് നീന്തി കയറിയത് ഈ ദ്വീപിലേക്കാണ്. അതിസുന്ദരിയായ ഭവതിയെ കണ്ടതോടെ എന്റെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു. ബാക്കി കാര്യം ഇനിയിപ്പം ആകർഷിക്കും. അതാണ് പറഞ്ഞത്. വേഗം കല്യാണം കഴിക്കണ്ടാന്ന് പറഞ്ഞതല്ലേ. അധൃതി കാരണം ഇപ്പം അപകടം വരാൻ പോകുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ ഭാഗങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.